താനടിക്കുന്നില്ലേ? എടുത്ത് കഴിക്കണോ? സാറ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഇവിടെ വന്നു. കഴിഞ്ഞ കൊല്ലം വന്നു. നമ്മൾ നാടകം എഴുതുകയും ചെയ്തു, നല്ലവണ്ണം ഓടുകയും ചെയ്തു. പക്ഷെ അന്നും തുടങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ട്രബിൾ. ആര് വന്നേച്ചു പോയപ്പോഴാ സാറിനൊരു മൂഡ് വന്നത് ഓർമ്മയുണ്ടോ? താൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വേറൊരാള് വന്നില്ലേ? വിളിച്ചോണ്ട് വരട്ടെ? വേണ്ടടോ, അതൊക്കെ വെറുതെ മെനക്കേടാവും. ഒരു മെനക്കേടുമില്ല സാറേ. സാറെന്ന് പറയുമ്പോ അവൾക്ക് വലിയ സന്തോഷമാകും. അവിടെ നാടകത്തിന് വന്നിരുന്നു, വിളിച്ചോണ്ട് വരട്ടെ? എന്നാലും ചെയ്. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? കയറിക്കോ. വിശ്വംബരം പോയോ? എന്തിനാ പേടിക്കുന്നേ? വാ, നമുക്ക് ആ മുറിയിലോട്ട് പോവാം. ഇവിടെ സ്ത്രീകൾ ആരുമില്ലേ? അതുകൊണ്ടാണല്ലോ വരാൻ പറഞ്ഞു. വാ. ദേ, ഇവിടെ വേണ്ടാത്ത ജാടയൊന്നും വേണ്ട. അങ്ങോട്ട് പോവാം. മാവനെ. സാറേ, സാറേ, അവളവിടെ ഇല്ല സാർ. 8 മണി ആയപ്പോഴേ ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയത്. അല്ല, കുറ്റം എന്റേതാ. സാറ് വരുന്നെന്നറിഞ്ഞ് ഞാൻ നേരത്തെ ഒന്ന് പോയി പറഞ്ഞു വെക്കേണ്ടതായിരുന്നു. ഇന്ന് രാത്രി സാറൊന്ന് ക്ഷമിക്കും. നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ തപ്പിക്കൊണ്ടുവരാം. അപ്പൊ നമുക്ക് കിടക്കാം, ഇല്ലയോ? അല്ല, വിശ്വംബരം പോയിക്കോ. എങ്ങോട്ട്? താൻ ക്യാമ്പിൽ പോയി കിടന്നു. അയ്യോ സാറേ, ഞാൻ കൂടെ നിന്നില്ലെന്ന് പറഞ്ഞാ പിള്ള സാറ് ചൂടാവും. അയാളെ രാവിലെ അല്ലേ വരത്തുള്ളൂ. താൻ പോയിക്കോ. ഞാനേ ഒറ്റക്കിരുന്ന് എന്തെങ്കിലും എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. സാർ ഒറ്റയ്ക്കിരുന്ന് എഴുതിക്കോ, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ഞാൻ ആ മുറിയിലെങ്ങാനും കിടന്നോളാം. വേണ്ടോ, താൻ ഇവിടെ കിടക്കണ്ട. താൻ പോയിക്കോ. എനിക്കറിയാം സാറിന് എന്നോട് ദേഷ്യം കാണും. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറഞ്ഞവനാണല്ലോ ഞാൻ. ഞാൻ ഒന്നുകൂടി പോയി ആരെങ്കിലും തപ്പട്ടെ. ആരെയും തപ്പൊന്നും നോക്കൊന്നും വേണ്ട. താനൊന്ന് പോയി തന്നാ മതി. നല്ല ഇരുട്ട്. ഞാൻ പോണോ? പോണം. എന്നാ പോവാ. പോണോ? നിലാവുമില്ല. നീ ആരാ? നീ എവിടെ നിന്ന് വരുന്നു? ആരാന്ന് പറയണേ? കൂടുതൽ അഭിനയൊന്നും ഇവിടെ വേണ്ട. ഞാനിതൊക്കെ കുറെ കണ്ടതാ. വാ, നമുക്ക് ആ മുറിയിലോട്ട് വാ. എന്നെ തുടരുത്, ദൈവത്തെ ഓർത്ത് എന്നെ തുടരുത്. എന്നാ പിന്നെ ഇറങ്ങിപ്പോ. ഇറങ്ങടി.
എന്നെ ഇറക്കി വിടരുത്. ഞാൻ വെളുപ്പിനെ പോയിക്കൊള്ളാം. പ്ലീസ്. ഞാൻ നേരം എടുക്കുന്നവരെ നിന്നെ കണ്ടോണ്ടിരിക്കണോ? ഇറങ്ങടി. എന്നെ ഇറക്കി വിടരുത്. വിട്ടാൽ അവരെന്നെ കൊല്ലും. ആര്? അതൊന്നും ഞാൻ പറയില്ല. ഞാൻ ഈ രാത്രി ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. പുറത്തിറക്കി വിടാതിരുന്നാൽ മതി. ആ കഥ അടച്ചേ. വെളുക്കം മുമ്പ് പോയിക്കോണം. നേരം വല്ലാതെ വെളുത്തുപോയല്ലോ. വല്ലാതെ വെളുത്തിട്ടൊന്നുമില്ല. 8 മണിയാകുന്നേ ഉള്ളൂ. വേഗം സ്ഥലം വിട്. ഉറങ്ങിപ്പോയി. നേരം വെളുത്തത് അറിഞ്ഞില്ല. ഇനിയിപ്പോ ഇവിടെ കുളിച്ച് താമസിക്കാവുന്നതാ. വേഗം സ്ഥലം വിട്. എന്നെ കാണാൻ ഇവിടെ കുറെ ആളുകൾ വരും. ഇറങ്ങ. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. സാറേ, സാറേ, സാറോ, തമ്പി സാറേ, സാർ, തമ്പി സാർ, സാറേ, തമ്പി സാറേ. ഞാൻ വിചാരിച്ചു സാർ എഴുന്നേറ്റ് കാണില്ലെന്ന്. രാത്രി മുഴുവൻ തകർത്തടിച്ച് എഴുതി കാണും. ഒരു 4 രംഗമെങ്കിലും തീർന്നിരിക്കും അല്ലേ സാർ? ഇതാണ് സാർ മുഖത്തൊരു കള്ള ലക്ഷണം. കള്ള ലക്ഷണം? ആ, ചെമ്പരനില്ലെങ്കിലും സാർ എഴുതും അല്ലേ? എത്ര രംഗം എഴുതി സാർ? ആ, കുറച്ച് എഴുതി. ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യും. ഈ ഫ്ലാസ്കും പേപ്പറും ഒക്കെ കൊടുത്തിട്ട് പോയിക്കോ. പിന്നെ കാണാം. എന്നാ ഈ പേപ്പറങ്ങകത്ത് വെച്ച ഇവിടെ വെച്ചാൽ മതി. ഇതൊന്നാണ് സാർ മനുഷ്യൻ ഒരുമാതിരി. ഞാൻ പറഞ്ഞില്ലേ വിശ്വംബര, ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആകെ കുഴയും. ശരി, ഞാൻ പോയേക്കാം. ആ, ഉച്ചയാകുമ്പോ പിള്ള സാറിങ്ങി വരും. എന്തിന്? എന്താ വരണ്ടെന്ന് പറയണോ? ഒന്നും പറയണ്ട. എന്നാ വൈകിട്ട് ഞാൻ വരും. ഇന്നലത്തെ കേട് തീർക്കണ്ടേ? വേണ്ടോ, അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും. എന്താണ് സാർ പുതിയൊരു ഡിസ്റ്റർബൻസ്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. താൻ പോ. ഇത് പറയണത് പോടോ.